ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മൈഥിലിക്ക് തക്കതായി താക്കീത് കൊടുക്കുകയാണ് ജഗദീഷ്. എന്നിട്ടാണ് ജഗദീഷ് ഔട്ട് ഹൗസിലേക്ക് താമസം മാറുന്നത്. ശേഷം കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കൂടി പോവുകയായിരുന്നു. ആ സമയം മക്കളെ എന്ന് പറഞ്ഞ് പിന്നാലെ വരികയാണ് രാജലക്ഷ്മി അമ്മ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഞാനതിനെ ശക്തമായി നേരിടാത്തത് എൻ്റെ ബലഹീനത കൊണ്ടല്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരീക്ഷണത്തെ വിജയിക്കണം. പ്രത്യേകിച്ച് കാർത്തി. ജ്യോതിഷം സത്യമാണ്. എല്ലാത്തിലും കള്ളന്മാരുള്ളതുപോലെ ഇതിൽ പറഞ്ഞു നടക്കുന്നതും കള്ളമുണ്ട്. പക്ഷേ വാഴപ്പാട് തിരുമേനി ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറയുന്നു. ദുർമരണങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. അതിൻ്റെ തുടക്കമാണോ എൻ്റെ മകൾ നന്ദിനിയുടെ ഈ ക്യാൻസർ രോഗമെന്ന് ഞാൻ സംശയിക്കുന്നു. മക്കളെ, എൻ്റെ നന്ദിനി മോള് എന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറയുന്നു. മുത്തശ്ശി എന്താ ഇങ്ങനെ പറയുന്നത് എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, കാര്യങ്ങൾ നിങ്ങൾക്കെങ്കിലും ബോധ്യമാകണം. പ്രസവിച്ചതല്ലെങ്കിലും നന്ദിനി നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മയാണ്. അവളുടെ രോഗം മാറണം. ചെമ്പകമംഗലത്തുള്ള ആർക്കും ഒരാപത്തും സംഭവിക്കരുത്. അതുകൊണ്ട് ആ ജോത്സ്യൻ പറഞ്ഞ തീരുമാനത്തെ ഞാൻ അനുകൂലിക്കുന്നത്. മക്കളെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി കരയുന്നു. മീനാക്ഷിയുടെ ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം ഈ മണ്ണിൽ വീഴരുതെന്ന് നീ പ്രതിജ്ഞ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണമെന്ന് കാർത്തിയോട് പറയുന്നു. മീനാക്ഷി കരയാൻ ഞാൻ അനുവദിക്കില്ല. അത് മുത്തശ്ശിയാണ് സത്യമെന്ന് കാർത്തി തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് മുത്തശ്ശിയുടെ. ഇത് ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് മനസ്സിൽ കരുതി മുന്നോട്ട് പോകണം. ചെല്ല് എന്ന് പറഞ്ഞയക്കുകയാണ് അവരെ രാജലക്ഷ്മി അമ്മ. രണ്ടുപേരും പോകുമ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി. അങ്ങനെ ഇപ്പോൾ കാർത്തി മീനാക്ഷിയും മുറിയിലേക്ക് വന്നിരിക്കുന്നു. കുഞ്ഞുമുണ്ട് കയ്യിൽ. കാർത്തിയേട്ട എന്താ പ്ലാൻ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ പ്ലാൻ ഞാൻ പറഞ്ഞു തരാമെന്ന് കാർത്തി. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാർത്തി മീനാക്ഷിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മീനാക്ഷി സന്തോഷത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. ശേഷം കാർത്തി പറയുന്നു, നെഗറ്റീവായിട്ട് വരുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സോടെ നിന്നാലേ പറ്റൂ. അവിടെ ഒരു ബെഡിൽ മീനാക്ഷി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെള്ളവുമായി അവിടേക്ക് വന്നതായിരുന്നു മൈഥിലി. എടി നീ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ പൊയ്ക്കോ എന്ന് ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് മൈഥിലി മീനാക്ഷിയോട്. എന്തിന് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു, ഞാനും കാർത്തിയും കുഞ്ഞും മാത്രം ഇവിടെ ഉറങ്ങണം എന്നാണ് ജോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് കാർത്തി പറയുന്നു, നിക്ക് നിന്നോട് ഈ മുറിയിൽ ഉറങ്ങിക്കോളാൻ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അത് നീ ചെയ്തോ. പക്ഷെ മീനാക്ഷി ഈ മുറിയിൽ നിന്ന് പോവില്ല. അവളെന്റെ ഭാര്യയാണ്. ജോത്സ്യൻ പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കുന്നു അല്ലെ കാർത്തിയേട്ട എന്ന് പറഞ്ഞ് രണ്ട് ബെഡ് അപ്പുറത്തും ഇപ്പുറത്തുമായി ഇട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് ഒരു സംഭവം കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് കിടക്കുന്നവർക്കും ഇപ്പുറത്ത് കിടക്കുന്നവർക്കും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ജോത്സ്യൻ പറഞ്ഞത് നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു, അതെ നമ്മൾ ജോത്സ്യൻ പറഞ്ഞത് അനുസരിച്ചല്ലേ പറ്റൂ. അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് മൈഥിലി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു, എന്തിനാടി ഞാൻ പേടിക്കുന്നത്? നിന്നെ എറിഞ്ഞിക്കളഞ്ഞ് കാർത്തി എന്നെ സ്വീകരിക്കുമോ എന്നുള്ള പേടി എന്ന് മൈഥിലി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു, നിന്റെ വൈശാഖിനെ പോലെ കാർത്തി എല്ലാ പെൺപിള്ളേരെയും സ്വീകരിക്കുന്ന ആളല്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്. പിന്നെ ഞാൻ ഈ മുറിയിൽ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ നാളായി എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. നിന്റെ കഷ്ടകാലത്തിന് നീ കാർത്തിയേട്ടനെ മയക്കാൻ ചെന്നാൽ കാർത്തിയേട്ടൻ നിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. എൻ്റെ ഭർത്താവിനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഇവളോട് ചിലയ്ക്കാതെ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ മീനാക്ഷി എന്ന് കാർത്തിയും. എടി മര്യാദയ്ക്ക് അവിടെ കിടന്നോ, ഞങ്ങൾക്ക് ഉറങ്ങണമെന്ന് മീനാക്ഷി. അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും കുഞ്ഞും കാർത്തിയും ഒരു ബെഡിൽ കിടക്കുന്നു. തൊട്ടപ്പുറത്തെ ബെഡിൽ മൈഥിലി കേൾക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയും കാർത്തിയും കൂടി ഒരു നാടകം കളിക്കുന്നുണ്ട്. എന്താ കാർത്തിയേട്ടാ ഇത്? ഒരു അലവലാതി അപ്പുറത്തെ ബെഡിൽ കിടപ്പുണ്ട്, അത് ഓർമ്മ വേണം കേട്ടോ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. മീനാക്ഷി എന്താ ഇത് എന്നൊക്കെ കാർത്തിയും പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി മൈഥിലി ഇളക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഇത്, മനുഷ്യനെ ഉറങ്ങാനും താമസിക്കത്തില്ല, നാശം എന്നൊക്കെ മൈഥിലി അപ്പുറത്തെ ബെഡിൽ കിടന്ന് പറയുന്നു. ഇത് കേട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും. പിന്നെ മൈഥിലി കേൾപ്പിക്കാൻ വേണ്ടി മീനാക്ഷിക്ക് ചുംബനവും അങ്ങനെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മൈഥിലിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പുറത്ത് ഊഞ്ഞാലിൻ്റെ ആ ഭാഗത്ത് നിൽക്കുകയാണ് ജഗദീഷ്. പറയേണ്ട കാര്യമാണെങ്കിലും എൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പോയോ എന്നൊക്കെ ഇപ്പോൾ ജഗദീഷ് വിചാരിക്കുന്നു. മനസ്സിന് എന്തോ ഒരു വിഷമം. ആ സമയത്താണ് അമ്മ അവിടേക്ക് വരുന്നത്. എൻ്റെ കുഞ്ഞ് നന്നായി വിഷമിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് നല്ലതാണ്, പക്ഷേ അവൻ പറഞ്ഞതും ശരിയാണ്. എൻ്റെ പൊന്നുമോൻ ആദ്യമായി എന്നോട് പിണങ്ങി. എൻ്റെ സങ്കടം ഞാൻ സഹിച്ചോളാം, പക്ഷേ അവൻ്റെ സങ്കടം എന്ന് അമ്മ വിചാരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കാണുന്നു.
അമ്മയ്ക്ക് മനപ്രയാസമുണ്ട്, അങ്ങോട്ട് കയറി ചെന്നാലോ എന്ന് ജഗദീഷ് വിചാരിക്കുന്നു. അവൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അവനെ തിരികെ വിളിച്ചാലോ എന്ന് രാജലക്ഷ്മിയും വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, അമ്മ എന്നെ വിളിക്കട്ടെ എന്ന് ജഗദീഷ് വിചാരിക്കുമ്പോൾ ഞാൻ അവൻ്റെ അമ്മയല്ലേ, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് രാജലക്ഷ്മിയും വിചാരിക്കുന്നു. ഈ സമയത്ത് കൈമൾ രാജലക്ഷ്മിയുടെ അരികിലേക്ക് വന്നു. എന്താ വഴിതെറ്റിപ്പോയ മുടിയനായ പുത്രനെ നോക്കുകയാണോ എന്ന് കൈമൾ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, മുടിയനായ പുത്രനോ? ആര്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അവൻ മുടിയനായ പുത്രനൊന്നുമല്ല. അവൻ ഔട്ട് ഹൗസിലേക്ക് മാറി താമസിച്ചതിൽ വല്ലാത്ത വിഷമമുണ്ടല്ലോ എന്നൊക്കെ കൈമൾ ചോദിക്കുന്നു. അവൻ എവിടെ പോയി താമസിച്ചാലും എനിക്കെന്താ, അവൻ അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് അമ്മ. ജഗദീഷ് വിചാരിക്കുന്നു ഇന്നെന്തായാലും ഉറക്കവും വരില്ല. ആ സമയത്താണ് മാലതി അവിടേക്ക് വന്നത്. ജഗദീഷ് ഏട്ടൻ എന്താ ഉറക്കം വരുന്നില്ലേ എന്ന് മാലതി ചോദിക്കുന്നു. ചില രാത്രി കാളരാത്രിയായി മാറിപ്പോകുമെന്ന് ജഗദീഷ് പറയുന്നു. അത് ശരി, അമ്മ അക്കരെ മോൻ ഇക്കരെ എന്ന് അങ്ങോട്ട് നോക്കിയിട്ട് മാലതി പറയുന്നു. അഥവാ ഇനി അമ്മ എന്നെ വിളിച്ചാലും ഞാൻ പോവത്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇതുപോലെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നല്ലതാ. ഏതോ ഒരു മണ്ടൻ ജോത്സൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആ പിള്ളേരെ എന്നൊക്കെ ജഗദീഷ് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മാലതി പറയുന്നു, പിന്നെ അമ്മയോട് എന്തിനാ ഈ വൈരാഗ്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നു, അമ്മ എന്ത് കാണിച്ചാലും അത് എൻ്റെ അമ്മയാണ്. അവരില്ലാത്ത ലോകം എനിക്കില്ല. നിനക്കറിയാമോ, ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ നിറകുടമാണ്. ഉള്ളിൽ ഒളിപ്പിക്കുന്ന സ്നേഹം അവരിട്ട് പുറത്ത് കാണിക്കത്തുമില്ല. നിന്നെ എനിക്ക് കല്യാണം കഴിച്ച് തന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ എന്നെ നോക്കാത്തതും എനിക്ക് ചോറ് വിളമ്പി തരാത്തതും. കോളേജിൽ പഠിക്കുന്ന കാലം വരെ എൻ്റെ അമ്മ എനിക്ക് ചോറ് വാരി തരുമായിരുന്നു. ഞാനും വല്യേട്ടനും വരുന്നത് ഏത് പാതിരാത്രിയായാലും അമ്മ അങ്ങനെ നോക്കി നിൽക്കും. വന്നു കഴിയുമ്പോൾ ആദ്യം കുറേ ശകാരം കാണും, പക്ഷേ ആഹാരം കഴിച്ച് തീരുന്നത് വരെ കൂടെ ഇരിക്കും. ഞങ്ങൾ ഉറക്കം പിടിച്ച ശേഷമേ അമ്മ കിടക്കൂ. ആ അമ്മയോട് ന്യായമായ കാര്യത്തിലാണെങ്കിലും ഞാനൊന്ന് വഴക്കിട്ടോ, മരിച്ചാൽ പോലും പൊറുക്കില്ല എന്നൊക്കെ ജഗദീഷ് പറയുമ്പോൾ മാലതി പറയുന്നു, എന്നാ പിന്നെ അമ്മയോട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് കയറി പോയിക്കൂടെ? എന്നാൽ ജഗദീഷ് വിട്ടുകൊടുക്കുന്നില്ല. ജഗദീഷ് വീണ്ടും പറയുന്നു, അയ്യടാ എൻ്റെ പട്ടി പോകും, അത് ശരിയാവില്ല. വാശിയുള്ള അമ്മയുടെ മോൻ തന്നെയാണ് ഞാനും. ഇതേ സമയം കൈമളും പറയുന്നുണ്ടായിരുന്നു മകനെ തിരിച്ചു വിളിക്കാനായിട്ട്. ഇത് കേട്ട അമ്മ പറയുന്നു, വാശിയുള്ള മോൻ്റെ അമ്മ തന്നെയാണ് ഞാനും. ഇന്നത്തെ ദിവസത്തെ ഉറക്കം പോയത് സാരമില്ല, എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ 3 മക്കൾ. അവൻ എന്നെ കരയിപ്പിക്കട്ടെ. ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ദൈവം കാണുന്നുണ്ട്. മതി, എനിക്ക് അത് മതിയെന്ന് അമ്മ. രാജലക്ഷ്മി, നീ വിഷമിക്കരുത്. നിന്റെ കണ്ണുനീര് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് കൈമൾ. വേണ്ട, കൈമൾ ഏട്ടൻ പോരണ്ട. അവൻ എൻ്റെ തനി പകർപ്പാണ്, വരില്ല. ഞാൻ ചെന്നാൽ കരഞ്ഞുകൊണ്ട് അവൻ എൻ്റെ പുറകെ വരും. എനിക്ക് സൗകര്യമില്ല അവൻ്റെ കാല് പിടിക്കാൻ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വൈശാഖ്. ഇന്ദ്രേച്ചി എന്ന് പറഞ്ഞ് ഉമ്മറത്ത് നിന്ന് വിളിക്കുന്നു. ഇന്ദ്രജി അവിടേക്ക് വന്നു. ആഹാ, നീയോ എന്ന് ചോദിച്ചുകൊണ്ട്. നേരം പരവര വെളുത്തതല്ലേ ഉള്ളൂ, നീ എന്താടാ വിരണ്ടതുപോലെ ഓടിയെത്തിയത് എന്ന് ഇന്ദ്രജി ചോദിക്കുന്നു. എന്താടാ, എന്തെങ്കിലും കോടാലികൾ ഉടലെടുത്തോ എന്നും ചോദിക്കുന്നു. ഒന്നുമില്ല ചേച്ചി എന്ന് വൈശാഖ്. നിന്റെ കണ്ണെന്താടാ ഉപ്പന്റെ കണ്ണുപോലെ ഇരിക്കുന്നത്? രാത്രി മുഴുവനും മുടിഞ്ഞ വെള്ളവടിയാണെന്ന് തോന്നല്ലോ. എന്താ, എന്ത് പറ്റി എന്നൊക്കെ ഇന്ദ്രജി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു, ഒന്നുമില്ല ചേച്ചി. ഓ, ഇപ്പം മനസ്സിലായി. നിന്റെ പ്രിയതമ മൈഥിലി ഇന്നലെ അവിടെ പ്രിയതമന്റെ ബെഡ്റൂമിലാണല്ലോ അന്തി ഉറങ്ങിയത്, അതാണോ എന്ന് ഇന്ദ്രജി ചോദിക്കുന്നു. ഏയ്, അതല്ല എൻ്റെ മൈഥിലി, എനിക്ക് വിശ്വാസമാണെന്ന് വൈശാഖ് പറയുന്നു. കറക്റ്റ്, അങ്ങനെ വേണം. അവൾ മനസ്സിൽ മുറിവേറ്റ പെണ്ണാണ്. ചവിട്ടേറ്റ മൂർഖനും മുറിവേറ്റ പെണ്ണും ഒരുപോലെയാണ്. അവര് പകരം വീട്ടും. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വന്ന പെണ്ണാണ്. അവള് ചതിക്കില്ല. എനിക്കറിയാം, എനിക്ക് അവളെ 100% വിശ്വാസമാണെന്ന് വൈശാഖ്. ഇന്നലെ രാത്രിയിൽ കള്ള് അല്പം കൂടിപ്പോയി, അതിൻ്റെ ക്ഷീണമാണെന്ന് പറയുന്നു. ശരി, ഇപ്പോൾ കണ്ണ് ഉപ്പുമാങ്ങ പരുവത്തിലായി. അത് പോട്ടെ, നീ അവളെ ഒന്ന് വിളിച്ചേ മൈഥിലിയെ, അവിടുത്തെ കാര്യങ്ങൾ അറിയണമല്ലോ എന്നൊക്കെ ഇന്ദ്രജ. വിളിക്കാം എന്ന് പറഞ്ഞ് വൈശാഖ് മൈഥിലിയെ വിളിച്ചു. ഫോൺ സ്പീക്കറിലിടാനും പറയുന്നു. മൈഥിലി ആരും കാണാതെ ഫോൺ എടുത്തു. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു, ഞാൻ ഇന്ദ്രേച്ചിയുടെ വീട്ടിലാണ്. നീ കാര്യം പറയാ. ആ മീനാക്ഷിയുടെ ശല്യം കൂടി വരികയാണ്. മീനാക്ഷി ഇപ്പോൾ ജോത്സൻ പറഞ്ഞത് പ്രകാരം മീനാക്ഷിയും കാർത്തിയും ഒരേ ബെഡിലാണ്, ഒരു റൂമിലാണെന്നേ ഉള്ളൂ ഞങ്ങൾ. ഇത് കേട്ട് ഇന്ദ്രജി പറയുന്നു, മീനാക്ഷിയും കാർത്തിയും തമ്മിൽ അകറ്റണം. എന്നിട്ട് അവളെ എനിക്ക് വേണം, അവൾ എൻ്റെ മോളാണ്. നീ അവളെ ഉപദ്രവിക്കാനല്ല അവിടെ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. ഓ പിന്നെ അവരുടെ ഒരു മീനാക്ഷി, അവളെ തകർക്കാനാ എൻ്റെ ലക്ഷ്യമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇന്ദ്രജി ചോദിക്കുന്നു, അവിടെ എന്താണ് മറ്റു കാര്യമെന്ന് പറയും. ഇവിടെ ഇന്നലെ നടന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ് മൈഥിലി. ഇത്രയും പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ പുലിവാലാവും എന്ന് പറഞ്ഞ് വെച്ചു. മീനാക്ഷിയും കാർത്തിയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഇനി മൈഥിലി ഒന്നുകൂടി ഇറക്കണം. കാർത്തിയെ ചിരിച്ചുകൊണ്ട് ചതിക്കാൻ അവളോട് പറയണം, എങ്കിലേ ആ ഉടവാൾ അവളുടെ കയ്യിലിരിക്കൂ. എനിക്ക് ഉടവാള് മാത്രമല്ല, എനിക്കെൻ്റെ മീനാക്ഷിയും വേണമെന്ന് ഇന്ദ്രജ. എനിക്കെൻ്റെ മൈഥിലിയും വേണം, പണവും വേണമെന്ന് വൈശാഖ്. ഉടവാള് എൻ്റെ കയ്യിൽ കിട്ടിയാൽ കോടികൾ ഞാൻ നിനക്ക് തരും.
ഈ പദ്ധതി നടപ്പിലാകണമെങ്കിൽ മീനാക്ഷിയെ നമുക്ക് ആ മുറിയിൽ നിന്ന് മാറ്റണം. അതിനുള്ള വഴികളാണ് കണ്ടെത്തേണ്ടത് എന്ന് ഇന്ദ്രജ പറയുന്നു. അങ്ങനെ അവർ പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. ഇതേസമയം മീനാക്ഷി കിച്ചണിൽ നിൽക്കുകയായിരുന്നു. മൈഥിലി അവിടേക്ക് വന്നു. ഇയാൾ എന്താ കിച്ചണിൽ ചെയ്യുന്നത് എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പലതും ചെയ്യും. ഇത് ചോദിക്കാൻ നീ ആരാ? അല്ല, കാർത്തിക് ചായ ഉണ്ടാക്കുവാനോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് മൈഥിലി. ആണെങ്കിൽ എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ എന്ത്? ഇന്നു മുതൽ 21 ദിവസത്തേക്ക് അത് വേണ്ട എന്ന് മൈഥിലി. കാർത്തിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കാനാണ് ജോത്സൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മൈഥിലി. ആഹാ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഭാര്യ സേവനം. ദേ, കൂടുതൽ സേവിക്കാൻ വന്നേക്കരുത്, നിന്റെ പല്ലടിച്ച് ഞാൻ തെറിപ്പിക്കും. 21 ദിവസം ഒരേ ബെഡ്റൂമിൽ കഴിയണമെന്ന് ആ ജോത്സൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ മുറിയുടെ മൂലയ്ക്ക് ഞാൻ അവസരം തന്നിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ മതി കേട്ടോ, കൂടുതൽ ഭരിക്കാനൊന്നും വേണ്ട അവളുടെ ഒരു ഭരണം. 21 ദിവസം നിന്റെ ഉറക്കം സ്വാഹ. ഞാനും എൻ്റെ കാർത്തിയേട്ടനും എൻ്റെ കുഞ്ഞും സുഖമായിട്ട് ഉറങ്ങുമെന്ന് മീനാക്ഷി. മൈഥിലി വിചാരിക്കുന്നു, ഇവൾ എൻ്റെ പല്ലടിച്ച് തെറിപ്പിക്കുമെന്ന് പറഞ്ഞോ, ഇപ്പോൾ ഇവളുടെ പല്ലടിച്ച് തെറിപ്പിക്കാൻ ഞാനൊരു പണി കൊടുക്കാം എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.